ഹലോ ഗൈസ്, കോഡ് ബാനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റിലെ console.table ആണ്. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് console.log ഒക്കെ ഒരുപാട് നമ്മൾ ലോഗ് ചെയ്യാനൊക്കെ ഡാറ്റ ലോഗ് ചെയ്യാനായിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ console.table ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. അപ്പം ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഹൈറാർക്കിക്കൽ സ്ട്രക്ചറിൽ ഡാറ്റ ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് console.table. അപ്പോൾ നിങ്ങൾ ചാനലിലേക്ക് ആദ്യമായിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നേരെ കണ്ടന്റിലേക്ക്. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ എൻ്റെ ക്രോം ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വേറെ എഡിറ്റേഴ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ക്രോമിൻ്റെ നമ്മൾ ഡെവലപ്പർ കൺസോളിൽ തന്നെ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമ്മൾ ക്രോം ഓപ്പൺ ചെയ്യുക, ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് അടിക്കുക, ഇൻസ്പെക്ട് അടിക്കുക, അല്ലെങ്കിൽ Ctrl+Shift+I അടിക്കാം, ഷോർട്ട് കട്ട്. ദെൻ ഇവിടെ കൺസോൾ എന്നുള്ള ടാബ് എടുക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പോകണം. അപ്പം നമ്മൾ 3 കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. അതായത് 3 കാര്യങ്ങളാണ് നമ്മൾ console.table വെച്ചിട്ട് ഔട്ട്പുട്ട് ചെയ്യാൻ പോകുന്നത്. ഒന്ന്, നമ്മൾ ജസ്റ്റ് ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റംസ്, ഒരു ലിസ്റ്റ് ഓഫ് 4 ഐറ്റംസ്, അതാണ് ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ജസ്റ്റ് ഒരു കോൺസ്റ്റൻറ്റ്, ദെൻ പേഴ്സൺ നെയിംസ്, അതായത് ആളുകളുടെ പേര്. ഓക്കെ, ആ രീതിയിൽ ജസ്റ്റ് ഒരു എക്സാമ്പിളിന് ഒരു 3 പേര് ഞാൻ ഇതിലിട്ട് ഒരു ലിസ്റ്റ് ഓഫ് 3 ആളെ പേര് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മൾ നോർമലി നമ്മൾ ചെയ്യുന്ന console.log. ഓക്കെ, അപ്പോൾ console.log പേഴ്സൺ നെയിംസ് എന്ന് കൊടുത്താൽ നമ്മൾ ഡിഫോൾട്ടായിട്ട് കാണുന്ന പോലെ ആ ഒരു 3 array of 3 ഐറ്റംസ് ആ രീതിയിൽ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടോപ്പിക് എന്ന് വെച്ചാൽ console.table. അപ്പോൾ console.table ഓഫ് പേഴ്സൺ നെയിംസ് കൊടുത്താൽ നമുക്കിതൊരു ടാബുലർ സ്ട്രക്ചറിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ കാണാം നമ്മൾ ഇൻഡെക്സ് 0 ബേസ്ഡ് ഇൻഡെക്സ്, 0th എലമെൻറ്റിൻ്റെ വാല്യൂ ജോണ്ടോ, ഫസ്റ്റ് ജെയിൻഡോ, ആ രീതിയിൽ നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഒന്നാമത്തെ എക്സാമ്പിൾ. ദെൻ രണ്ടാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് എങ്ങനെ console.table ചെയ്താൽ എന്താ വരിക എന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കാൻ പോകണം, ഒരു പേഴ്സൺ ഒബ്ജക്റ്റ്. ഓക്കെ, ഒരു പേഴ്സൺ ഒബ്ജക്റ്റ് ഞാൻ ഉണ്ടാക്കാൻ പോകണേ. അതിൽ 2 ആട്രിബ്യൂട്ട്സ് ഉണ്ട്, ഒരു നെയിമും ഒരു ഏജും. ഓക്കെ, ദെൻ ഇത് നമ്മൾ നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ console.table നമ്മൾ ആദ്യം console.log ആണെങ്കിൽ നിങ്ങൾക്ക് കാണാം, നമ്മൾ നോർമലി കാണുന്ന പോലെ ആ ഒരു ഒബ്ജക്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതുപോലെ കാണാം. നമ്മൾ console.table ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി ആ ഒരു ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, നമുക്കതൊരു ടാബുലർ സ്ട്രക്ചറിൽ നിങ്ങൾക്ക് കാണാം. അവിടെ നമ്മൾ ഇൻഡെക്സ് എന്ന് പറയുന്നത്, നേരത്തെ നമ്മൾ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ 0 1 2 ആയിരുന്നു, ഇവിടെ നമ്മൾ ആ കീ ആണ്. ഓക്കെ, അപ്പോൾ നെയിം ഏജ് അതാണ് ഇൻഡെക്സ്, അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ എന്നുള്ളത് വാല്യൂ കോളത്തിലുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് സെക്കൻഡ് വൺ. ഇനി നമ്മൾ ലാസ്റ്റ് ഒറ്റ എക്സാമ്പിൾ കൂടി, നമ്മളെ ലിസ്റ്റ് ഓഫ് ഒബ്ജക്ട്സ്. ഓക്കെ, ലിസ്റ്റ് ഓഫ് ഒബ്ജക്റ്റ്, അപ്പോൾ ഒരു പേഴ്സൺസിൻ്റെ ലിസ്റ്റ്. ഓക്കെ, അപ്പോൾ പേഴ്സൺസ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് ഓഫ് ഒബ്ജക്ട്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ എന്തൊക്കെയുള്ളത് വെച്ചാൽ 3 ഒബ്ജക്റ്റാണ് ആ ലിസ്റ്റിലുള്ളത്. ജസ്റ്റ് 3 പേര്, ജോൺഡോ, ജെയിൻഡോ, ബാർഡോ. ഓക്കെ, 3 പേര്, അവരുടെ ഏജും. അപ്പോൾ ഇത് എങ്ങനെ നമ്മൾ ടാബുലർ ഫോർമാറ്റിൽ എങ്ങനെ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. അപ്പോൾ പേഴ്സൺ, നമ്മൾ ഇത് console.table പേഴ്സൺസ്. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നല്ല ക്ലീൻ ആയിട്ട് നമ്മൾ ഇൻഡെക്സ് അവിടെ ഉണ്ട്. അതുപോലെ നമ്മൾ കോളം നെയിംസ്, നെയിമും ഏജും കറസ്പോണ്ടിങ് 0th ഇൻഡെക്സ്, അതിൻ്റെ നെയിം ഏജ് കറസ്പോണ്ടിങ് ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഇവിടെ സോർട്ട് ചെയ്യാനൊക്കെ പറ്റും. ഇപ്പം ജസ്റ്റ് ഈ ഒരു കോളത്തുമ്പോൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കത് അസെൻഡിങ്ങോ ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് നെയിമും അതുപോലെ സോർട്ട് ചെയ്യാം, ഏജ് വൈസും സോർട്ട് ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ console.log ചെയ്താൽ പോരെ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. അപ്പം എന്തിനാ വെച്ചാൽ നമ്മൾ console.table ചെയ്യുമ്പോൾ നമുക്ക് ഈ ടാബുലർ സ്ട്രക്ചർ ചിലപ്പോൾ നമ്മുടെ മൈൻഡിൽ കറക്റ്റ് ഫിക്സ് ആവും. നമുക്ക് നമ്മൾ ലോഗ് ചെയ്യുമ്പം നമ്മൾ എവിടെയാണ് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഒരു ടാബുലർ സ്ട്രക്ചർ ആകുമ്പോൾ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും. ചിലവർക്ക് ലോഗ് തന്നെ ആയിരിക്കും ബെറ്റർ ഓപ്ഷൻ. ഓക്കെ, അപ്പം അതാണ് നമ്മളെ console.table ഉപയോഗിക്കുന്നുണ്ടുള്ള ഒരു എന്താ പറയുക, ഒരു യൂസ്. അപ്പം അത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ. അപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് അടിക്കുക. അതുപോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതലുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.